കുറച്ചു കാലം മുമ്പ് പത്തനംതിട്ടയിൽ താമസിച്ചിട്ടുണ്ടല്ലോ, അതിനെ കുറിച്ചുള്ള ഒരു ജീവിതാനുഭവത്തെ കുറിച്ച്. പത്തനംതിട്ട ട്രിവാൻഡ്രം സിറ്റിയിൽ നമ്മൾ നേരെ പത്തനംതിട്ട പോയ സമയത്ത് ഒരു 7 വർഷം പുറകിൽ അവിടെ നമുക്ക് എന്റർടൈൻമെന്റ് വേണ്ടിയിട്ട് ഒന്നുമില്ല. നമ്മൾ വെറുതെ വീട്ടിലിരിക്കുക, ഹസ്ബൻഡ് ജോലിക്ക് പോകും, തിരിച്ചു വരും. അന്ന് കുഞ്ഞുണ്ട്, കുഞ്ഞിനെ എനിക്ക് 3-4 വയസ്സിനകത്തേ ഉള്ളൂ. ആ സമയത്ത് വേറെ എന്റർടൈൻമെന്റ് ഒന്നുമില്ല. നമ്മൾ TV ഉണ്ട്, കേബിൾ TV അത് കാണുക, അല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. നമുക്ക് എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് വേണമെങ്കിൽ നമ്മൾ നേരെ പത്തനംതിട്ട ടൗണിലോട്ട് പോകണം. അവിടെ ഒരു തിയേറ്റർ ഉണ്ട്, അല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു സൂപ്പർ മാർക്കറ്റ് വേണമെങ്കിൽ നമ്മൾ കുറച്ച് അധികം യാത്ര ചെയ്ത് പോയാലേ പറ്റുള്ളൂ. അത് കാരണം നമുക്ക് വേറെ പ്രത്യേകിച്ച് ചിലവില്ല. അങ്ങനെ ഒരു ഉപയോഗമുണ്ട്. പിന്നെ ഈ ഗ്രാമഭംഗി, വീട്ടിൽ അടുത്തൊരു മരം ഉണ്ടായിരുന്നു, അതിനകത്ത് വേഴാമ്പൽ വരും. വേഴാമ്പലിന്റെ സൗണ്ട് ആദ്യമായിട്ട് കേൾക്കുന്നത്, വേഴാമ്പല നേരിട്ട് ആദ്യമായിട്ട് കാണുന്നത് അവിടെ വെച്ചിട്ടാണ്. പിന്നെ റംബുട്ടാൻ, നിറയെ റംബുട്ടാനുള്ള സ്ഥലമായിരുന്നു. ബാക്കിലൊരു പുഴയോ ആറോ എന്തോ ഒഴുകുന്നുണ്ട്. ഇടയ്ക്ക് വല്ലപ്പോഴും നമ്മൾ അവിടോട്ട് പോകും. പ്രകൃതി ഭംഗിയുടെ എക്സ്ട്രീമിൽ ചുറ്റും പ്രകൃതിയുടെ ഭംഗിയും നടുക്കൊരു വീടും അവിടെ. പിന്നെ അവിടെ ഒരു കുഞ്ഞി തെങ്ങുണ്ടായിരുന്നു, നമുക്ക് കൈകൊണ്ട് തന്നെ പറിച്ചെടുക്കാൻ പറ്റുന്ന ഒരു തെങ്ങ്. അതിന് നമ്മളെ മറ്റേ ഗൗരിഗാത്രം കരിക്കുണ്ടാവും. അപ്പൊ ആ സമയത്ത് നമ്മൾ റെന്റിനാണല്ലോ താമസിക്കുന്നത്, നമ്മുടെ ഓൺ ഹൗസ് അല്ല. അപ്പൊ ഓണർ വല്ലപ്പോഴും കൂടി ഇങ്ങനെ വന്ന് പോകുന്ന ഒരു ടൈപ്പ് ആളാണ്. അപ്പൊ നമുക്ക് ഫുൾ ഫ്രീഡം ആയിരുന്നു വീട്ടിൽ താമസിക്കുന്ന സമയത്ത്. അപ്പൊ നമുക്ക് കരിക്ക് വേണം. കരിക്ക് എങ്ങനെ പറിക്കും, പക്ഷെ നമുക്ക് ഏണിയോ അങ്ങനത്തെ വേറെ സംഭവമൊന്നുമില്ല. അപ്പൊ രാത്രി ആവുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ബൈക്ക് കൊണ്ട് അതിന്റെ തെങ്ങിന്റെ ചോട്ടിൽ വെച്ചിട്ട് ഹസ്ബൻഡ് അതിന്റെ പുറത്ത് കയറി കരിക്ക് പറിച്ച് കുടിക്കുന്നത്. അത് നല്ലൊരു ഓർമ്മയാണ് നമ്മൾ പത്തനംതിട്ടയിൽ താമസിച്ചതിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ. റംബുട്ടാൻ എനിക്ക് ആ ഒരു ഓണ ടൈമിലാണ് റംബുട്ടാൻ വരുന്നത്. അപ്പൊ റംബുട്ടാൻ നമ്മുടെ കോമ്പൗണ്ടിലല്ല, നെക്സ്റ്റ് കോമ്പൗണ്ടിലാണ് ഈ റംബുട്ടാന്റെ മരം നിൽക്കുന്നത്. അതിന്റെ കൊമ്പ് ഫുൾ നമ്മുടെ ഈ വീടിന്റെ ടെറസിലോട്ടാണ് ചാഞ്ഞ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ടെറസിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ റംബുട്ടാൻ പറിച്ച് കഴിക്കാനായിട്ട്. അപ്പോൾ മോള് സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ നേരെ പിന്നെ താഴെ നിന്നാൽ നമുക്ക് കുറച്ച് ചെറിയ ചില്ലകളൊക്കെ താഴോട്ട് തിന്നും. അപ്പൊ അവൾ സ്കൂളിൽ വരുന്നു, നേരെ റംബുട്ടാൻ പറിക്കുന്നു, കഴിക്കുക. അതാണ് വൈകിട്ടത്തെ സ്നാക്സ്. അവളുടെ സ്നാക്സ് അതാണ്. നേരെ ഡോർ തുറക്കുക, മുകളിലത്തെ ഡോർ തുറക്കുക, പോവുക, പറിക്കുക, കഴിക്കുക. ഇത് തന്നെയായിരുന്നു നമ്മൾ അവിടെ നിന്ന സമയത്ത്. ആ ഒരു എനിക്ക് 1-2 മാസത്തോളം റംബുട്ടാൻ സീസൺ വരുന്ന സമയത്ത് നമ്മുടെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. തൊട്ടടുത്ത വീട്ടിലൊരു ജാമ്പയ്ക്ക മരം ഉണ്ടായിരുന്നു. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊതിമൂക്കുന്ന സമയത്ത് ഇലകൾ പോലും കാണാൻ പറ്റുന്ന ചുമന്ന കളറിൽ ഇങ്ങനെ നിറച്ച് നിൽക്കും. അപ്പൊ ആ സമയത്ത് കുറച്ചും കൂടെ നമ്മൾ യങ് ആണല്ലോ. അപ്പൊ അത് കാരണം ഇങ്ങനെ കൊതി വരുന്ന സമയത്ത് ഹസ്ബൻഡിന്റെ അടുത്ത് പറയും കുറച്ച് പറിച്ചിട്ട്. അവിടെ കുറച്ച് ബംഗാളി ആൾക്കാരാണ് താമസിക്കുക. അപ്പൊ അതാണ് നമുക്ക് പോയി പറിക്കാനുള്ള ഇതില്ല. അപ്പൊ പോയി പറിച്ചിട്ട് വരും നിറയെ റംബുട്ടാൻ, അല്ല ഇത് ജാമ്പയ്ക്ക.